ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ പരപ്പനങ്ങാടിയിലുള്ള പരപ്പനാട് ഹെർബൽ ഗാർഡനിൽ നമ്മൾ ഒരു അക്വാപോണിക് യൂണിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ വലിയൊരു കുഴപ്പമില്ലാത്തൊരു യൂണിറ്റാണ്. ഇവിടെ മഴവെള്ള സംഭരണിക്ക് വേണ്ട ഒരു ടാങ്ക് നമ്മൾ അക്വാപോണിക്സിൻ്റെ ഇതിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിലിപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർനട്ട് സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പച്ചക്കറി ഇതിൽ നമ്മൾ കൃഷി ചെയ്ത് നല്ലൊരു വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം ആർക്കും അറിയാത്തൊരു പച്ചക്കറി ഐറ്റം ആയതുകൊണ്ട് തന്നെ അതൊന്ന് കാണിക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബട്ടർനട്ട് സ്ക്വാഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു മത്തൻ്റെ ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. വള്ളിയിലാണ് ഇത് വള്ളി പടർന്നിട്ടാണ് ഈ സംഗതി ഉണ്ടാവുക. ഇതാണിപ്പോൾ ബട്ടർനട്ട് സ്ക്വാഷ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കറക്റ്റ് മത്തൻ പോലെ തന്നെ വള്ളിയും ഇലകളും അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള രൂപവും അതുപോലെ കുരുകളൊക്കെ വിത്തൊക്കെ മത്തൻ്റെ അതേ സെയിം തന്നെ, അതേ ഏകദേശം അതേ ടേസ്റ്റാണ്. മത്തനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് സാധനങ്ങളൊക്കെ കറികളായാലും മറ്റു കൂട്ടുകറികളൊക്കെ ഈ ബട്ടർനട്ട് സ്ക്വാഷ് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈസി ആയിട്ട് അത് വളർത്തിയെടുക്കുക. അക്വാപോണിക്സ് രീതിയിലല്ലെങ്കിലും മണ്ണിലാണെന്നുണ്ടെങ്കിലും അധികം വളപ്രയോഗങ്ങളും ശ്രദ്ധയൊന്നും ഇല്ലാതെയും നമുക്ക് സിമ്പിളായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു പച്ചക്കറിയാണ് ബട്ടർനട്ട് സ്ക്വാഷ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അക്വാപോണിക്സ് യൂണിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബട്ടർനട്ട് സ്ക്വാഷ് എവിടെയെങ്കിലുമൊക്കെ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വിത്ത് ഉപയോഗിച്ചാലും മുളപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ പരപ്പനാട് ഹെർബൽ ഗാർഡൻ പരപ്പനങ്ങാടി ഭാഗത്ത് കൂടെ കോഴിക്കോടേക്ക് പോകുന്ന ആളുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലൊരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സ്റ്റോക്കുള്ള, പ്രത്യേകിച്ചും ഫ്രൂട്ടി പ്ലാന്റ്സും അതും ഇതൊക്കെ ആയിട്ട് കണ്ടമാനം സ്റ്റോക്കുള്ള ഒരു നഴ്സറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടും.